നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. വേങ്ങരയിൽ യുവതിയെ ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലിയതായി പരാതി. 1.5 വർഷം മുൻപ് വിവാഹിതയായ യുവതിയെയാണ് ഭർത്താവ് കൊണ്ടോടി തറയാട്ടാൽ സ്വദേശി വീരാൻകുട്ടി മുത്തലാഖ് ചൊല്ലിയത്. ഇവർക്ക് 11 മാസം പ്രായമുള്ള കുഞ്ഞുണ്ട്. യുവതിയുടെ കുടുംബം നൽകിയ 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകിയില്ലെന്നും പരാതിയുണ്ട്. വിവാഹം കഴിഞ്ഞ് 40 ദിവസമാണ് യുവതി ഭർതൃഗൃഹത്തിൽ കഴിഞ്ഞത്. ആരോഗ്യ പ്രശ്നമുണ്ടായപ്പോൾ യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. തുടർന്ന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അതിനുശേഷം ഭർത്താവ് വിളിക്കുകയോ ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തില്ലെന്നാണ് യുവതി ആരോപിക്കുന്നത്. ഗർഭിണിയായിരുന്ന യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകി. അപ്പോഴും ഭർത്താവോ കുടുംബമോ യുവതിയുമായി ബന്ധപ്പെട്ടില്ല. മധ്യസ്ഥർ മുഖേന ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഫോണിലൂടെ വീരാൻകുട്ടി മുത്തലാഖ് ചൊല്ലിയത്. ഇയാൾക്കെതിരെ യുവതി വനിതാ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. മുത്തലാഖ് നിരോധനം നിലവിലുള്ള രാജ്യമാണ് ഇന്ത്യ. തൃശൂരിൽ 6 വയസ്സുകാരനെ കുളത്തിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ യുവാവിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. അയൽവാസിയായ 20 വയസ്സുകാരൻ ജോജോയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത്. ഇയാളെ വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കും. കുട്ടിയുടെ മൃതദേഹം നിലവിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിനായി ഉടൻ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഇന്നലെ വൈകിട്ട് 6:30യോടെയാണ് കുട്ടിയെ കാണാതായത്. തുടർന്ന് നാട്ടുകാരും രക്ഷിതാക്കളും അന്വേഷണം ആരംഭിച്ചു. പിന്നീട് വീടിന് സമീപമുള്ള സ്വർണ്ണപ്പള്ളം പാടശേഖരത്തിനടുത്തുള്ള കുളത്തിൽ ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കുഞ്ഞിനെ തിരയുമ്പോൾ പ്രതിയായ ജോജോയും കൂടെ ഉണ്ടായിരുന്നു. അന്വേഷണം വഴിതെറ്റിക്കാൻ ജോജോ ശ്രമിച്ചിരുന്നു. മറ്റു പലയിടത്തും അന്വേഷിക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചു. സംശയം തോന്നിയ പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. ഇയാളും കുട്ടിയും നടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കിട്ടി. കുട്ടിക്കാലത്ത് കുറ്റകൃത്യത്തിൽപ്പെട്ട് ജോജോ പിടിയിലായിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. കുട്ടിയെ അയാൾ വിളിച്ച് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. കുട്ടിയോട് മോശമായി പെരുമാറി. കുട്ടി എതിർത്തു. അമ്മയോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മുഖം പൊത്തിപ്പിടിച്ച് ബലമായി കുളത്തിലിട്ട് കൊന്നുവെന്നാണ് പ്രാഥമികമായി മനസ്സിലായത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ അങ്ങനെയാണ് വ്യക്തമാക്കിയത്. എറണാകുളത്ത് ജില്ലാ ബാർ അസോസിയേഷൻ ആഘോഷത്തിനിടെ എറണാകുളം ജില്ലാ കോടതി വളപ്പിൽ ഇന്നലെ അർദ്ധരാത്രിയിൽ അഭിഭാഷകരും മഹാരാജാസിലെ SFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. 16 SFI പ്രവർത്തകർക്കും 8 അഭിഭാഷകർക്കും പരിക്കേറ്റു. പരിക്കേറ്റ വിദ്യാർത്ഥികൾ 2 പേരുടെ നില ഗുരുതരമാണ്. 2 പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. പ്രശ്നമുണ്ടാക്കിയത് വിദ്യാർത്ഥികളാണെന്ന് അഭിഭാഷകർ വ്യക്തമാക്കി. ബാർ കൗൺസിൽ പരിപാടി കഴിഞ്ഞിറങ്ങിയതായിരുന്നു അഭിഭാഷകർ. അസോസിയേഷൻ വാർഷികാഘോഷത്തിനിടയിലേക്ക് മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ കയറിയാണ് പ്രശ്നമുണ്ടാക്കിയതെന്നാണ് അഭിഭാഷകരുടെ ആരോപണം. വനിതാ അഭിഭാഷകരെയും അഭിഭാഷകരുടെ കുടുംബാംഗങ്ങളെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അഭിഭാഷകർ മദ്യപിച്ചിരുന്നില്ല എന്നും ബാർ അസോസിയേഷൻ പ്രതിനിധി വ്യക്തമാക്കി. ബിയർ ബോട്ടിലും കമ്പിവടികളും ഉപയോഗിച്ച് തങ്ങളെ ആക്രമിച്ചെന്ന് SFIക്കാർ ആരോപിച്ചു. SFIക്കാർക്കിടയിലേക്ക് അഭിഭാഷകർ വന്ന് പ്രശ്നമുണ്ടാക്കുകയായിരുന്നുവെന്ന് മഹാരാജാസ് കോളേജ് യൂണിയൻ ചെയർമാൻ അഭിനന്ദ് ആരോപിക്കുന്നു. പെൺകുട്ടികളെ കടന്നുപിടിച്ചു, വിദ്യാർത്ഥികളുടെ മുഖത്തേക്ക് സിഗരറ്റ് വലിച്ച ശേഷം പുക ഊതി എന്നൊക്കെയാണ് അഭിഭാഷകർക്കെതിരെ SFIക്കാരുടെ ആരോപണം. വെറ്റിനറി സർവകലാശാലയിൽ സ്ഥിരം വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം വീണ്ടും ഗവർണറുമായുള്ള ഏറ്റുമുട്ടലിന് കളമൊരുക്കുന്നു. ചാൻസലറായ ഗവർണറുടെ നോമിനി ഇല്ലാതെയുള്ള സെലക്ഷൻ പാനലിനെ നിയോഗിച്ചതാണ് രാജ്ഭവനുമായി വീണ്ടും ഒരു പോരാട്ടത്തിന് സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. VC നിയമന പ്രക്രിയ പുനരാരംഭിക്കാനുള്ള സർക്കാരിന്റെ തിടുക്കത്തിലുള്ള നീക്കം VC നിയമനത്തിൽ സർക്കാരിന്റെ പങ്ക് വെട്ടിക്കുറയ്ക്കുന്ന 2025-ലെ UGC ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ഇഷ്ടപ്പെട്ട ഒരു അക്കാദമിക് വിദഗ്ധനെ തിരഞ്ഞെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. സംസ്ഥാന സർക്കാരും മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ മൂർധന്യാവസ്ഥയിലായിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഗവർണറുടെ നോമിനി ഇല്ലാതെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത്. UGC, KVASU, സംസ്ഥാന സർക്കാർ, സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് എന്നിവയുടെ നോമിനികളാണ് സെർച്ച് കമ്മിറ്റിയിലുള്ളത്. പാനലിന്റെ ഘടനയിൽ മാറ്റം വരുത്തുകയും ചാൻസലറുടെ നോമിനിയെ നീക്കം ചെയ്യുകയും ചെയ്ത യൂണിവേഴ്സിറ്റി ഭേദഗതി ബില്ലിന്റെ അടിസ്ഥാനത്തിലാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത്. ആരിഫ് മുഹമ്മദ് ഖാൻ റഫർ ചെയ്ത ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുമതി നിഷേധിച്ചിരുന്നു. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി നിയമങ്ങൾ അനുസരിച്ച് സെർച്ച് പാനലിൽ ചാൻസലർ, സംസ്ഥാന സർക്കാർ, ICAR, വെറ്റിനറി കൗൺസിൽ പ്രസിഡന്റ് എന്നിവരുടെ നോമിനികൾ ഉണ്ടായിരിക്കണം. സർക്കാർ രൂപീകരിച്ച പാനലിന്റെ അധ്യക്ഷൻ മുൻ കേരള സർവകലാശാല VC B ഇക്ബാലാണ്. KVASU മാനേജ്മെന്റ് കൗൺസിലാണ് ഇദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. ഏപ്രിൽ 15-ന് തിരുവനന്തപുരത്ത് സെർച്ച് കമ്മിറ്റി യോഗം ചേർന്ന് വൈസ് ചാൻസലർ സ്ഥാനത്തേക്കുള്ള ചുരുക്കപ്പട്ടിക തയ്യാറാക്കുമെന്നാണ് സർവകലാശാല അറിയിച്ചിട്ടുള്ളത്. ഭരണപക്ഷത്തോട് അടുപ്പമുള്ള 12ഓളം അക്കാദമിക് വിദഗ്ധർ VC സ്ഥാനത്തേക്ക് അപേക്ഷിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.